നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോടി? മാഡം, അവിടെ വച്ചേക്ക്. ചന്ദ്രലേഖ, ചിന്നുന്റെ അമ്മയില്ലേ സീത, അവള് ഔട്ട് ഹൗസിലാണോ? ഇപ്പൊ അടുക്കളയിലുണ്ട്. അവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നതാ. അവളെ ഇങ്ങ് വരാൻ പറയേ. ഞാൻ വിളിക്കുന്നു പറ. ശരി. സീതേ, നീ ഇങ്ങോട്ട് മാറിയേ. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ജോലിയൊന്നും ചെയ്യണ്ടെന്ന്. ഒന്നാമത് നിനക്ക് സുഖമില്ലാത്തതാ. വെറുതെ ഓരോരോ ജോലികൾ ചെയ്ത് നിനക്ക് വയ്യായിക ആയ ആ കുട്ടി കിടന്ന് ഓടണം. പിന്നെ നിന്നെ മാഡം വിളിക്കുന്നുണ്ട്. അസുഖം എങ്ങനെയുണ്ടെന്ന് അറിയാനായിരിക്കും. ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് നിന്നെ കണ്ടില്ലല്ലോ. അതെ, നീ എന്നെയും ചിന്നുവിനെ അടുക്കളയിൽ സഹായിക്കുന്നൊക്കെ മാഡത്തിനറിയാം. അതിന് വേണ്ടെന്ന് പറയാനായിരിക്കും. എന്റെ അഭിപ്രായവും അത് തന്നെയാ. നീ റെസ്റ്റ് എടുക്കേണ്ട സമയമായി ഇപ്പൊ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. മാഡം ജോലിയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാ പിന്നെ ഈ വീട്ടിലെ ജോലി ഒന്നും ചെയ്യരുത്. മാഡത്തിന് അത് ഇഷ്ടാവില്ല. അങ്ങനെ നീ ജോലി ചെയ്യുന്നത് കണ്ടാലേ ചിലപ്പോ തല്ലീന്ന് വരും. അതെ, നീ ചെന്ന് മാഡത്തിന് കാണ്. ഞാനും വരണോ? എങ്കി വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി പോ. വാ. നിന്റെ അസുഖമൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെ ഉണ്ടായിരുന്നാലും അതിനല്ല നിന്നെ ഞാൻ വിളിപ്പിച്ചത്. നിന്റെ മോള് LLB പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് എന്റെ ഭർത്താവ് പൈസ മുടക്കി അവളെ പഠിപ്പിക്കാനൊക്കെ പോണെന്ന് പറയുന്ന കേട്ടു. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പഠിച്ചു വക്കീലാവുകയോ ഡോക്ടർ ആവുകയോ, ഇനി പഠിക്കാൻ കഴിവില്ലാതെ തിരിച്ചു വരികയോ, അതൊക്കെ അവരുടെ ഇഷ്ടം. എന്റെ കാര്യം അതൊന്നുമല്ല. അവൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ ചന്ദ്രലേഖയ്ക്ക് ഒരു സഹായമാവും. അവള് പഠിക്കാനൊക്കെ പോയാ ഈ പാവം ചന്ദ്രലേഖ ഒറ്റയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അതിനല്ലല്ലോ ഞാൻ നിന്റെ മോൾക്ക് പൈസ കൊടുത്ത് നിന്റെ ജീവൻ തിരിച്ചു പിടിച്ചത്. അതുകൊണ്ട് അവളില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ നീ ഈ വീടിന്റെ അടുക്കളയിൽ ഉണ്ടാവണം. അതായത് ജോലിക്കാരിയായിട്ട് നിന്നെയും നിയമിച്ചു എന്നാ ഞാൻ പറഞ്ഞത്. മാഡം, സീതയ്ക്ക് സുഖമില്ലാത്തതല്ലേ? ഇവിടുത്തെ ജോലിയൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സീത റെസ്റ്റ് എടുത്തോട്ടെ. അടുക്കള ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോടി? കേട്ട് നിൽക്കാൻ വന്നവള് കേട്ടിട്ട് പോണം. പിന്നെ അതിൽ കയറി അഭിപ്രായം പറയരുത്. സീതയോട് ഞാൻ പറഞ്ഞ കാര്യങ്ങള് സീതയ്ക്ക് മനസ്സിലായെങ്കിൽ പോയിക്കോ.
അതെ, ശിവദാസന് ഈ ജോലിയൊക്കെ ചെയ്ത് നല്ല ശീലമുണ്ട് അല്ലേ? എനിക്കും കൃഷി തന്നെയായിരുന്നു ജോലി. അങ്ങനെ ഇന്ന ജോലി എന്നൊന്നുമില്ല, ഏത് ജോലിയും ചെയ്യും. ആ, അതൊരു നല്ല കാര്യമാണ്. ഏതൊരു ജോലി ചെയ്യാനും മനസ്സുള്ളവൻ എവിടെ പോയാലും ജീവിക്കും. അല്ല, ഈ ജയിലിൽ വരത്തൊക്കെ കുറ്റമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ആ, കള്ളക്കേസാ. അല്ല, വേണമെന്ന് കരുതി എന്നെ കുടിക്കതാ. അതെ, താൻ നിരപരാധിയാണെങ്കിൽ എത്രയും വേഗം താൻ പുറത്തിറങ്ങും. ആ, ഒരു നിരപരാധിയും ഈശ്വരൻ അങ്ങനെ ഒരുപാട് കാലമൊന്നും പരീക്ഷിക്കില്ലടോ. ശിവദാസന്റെ ഒരു വിസിറ്റർ ഉണ്ട്. അല്ല, ആരാ സാറേ? മോളാണെന്നാ പറഞ്ഞേ. ഓ, അതെ, തന്റെ ചിന്നുമോള് വന്നടോ. ആ, അല്ലെങ്കിലും തന്നെ കാണാൻ അവളല്ലാതെ വേറെ ആര് വരാനാ? ശരിയാ. അവക്ക് താനെന്ന് വെച്ച ജീവനാ. തനിക്കും അങ്ങനെ തന്നെയല്ലേ? പിന്നെ ഒരു മകളില്ലാത്ത ദുഃഖം ഇപ്പോഴാ ഞാൻ അറിയുന്നത് തന്നെ. ഒരുപാട് പെറ്റുകൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എന്റെ അമ്മ എന്റെ കുഞ്ഞമ്മയോട് പറയുമായിരുന്നു. നല്ലതാണേലേ, ഒന്ന് മതി. ആ, ശിവദാസൻ ചെല്ലേ. ശരി. തനിക്കിവിടെ പണിയൊന്നുമില്ലല്ലോ. സാറേ, സുഖമില്ല. കാല് വയ്യ, കൈ വയ്യ, നടുവിനും വയ്യ. പിന്നെ ഞാൻ എങ്ങനെയാ ജോലി ചെയ്യുന്നത്? ആ, സാറ് ചെന്നാട്ടെ. എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാമെന്ന് ഒരു പോലീസുകാരനും കരുതണ്ട. പണ്ടും ഈ രാധാകൃഷ്ണൻ അങ്ങനെയാ, ഇപ്പോഴും അങ്ങനെയാ. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകും വഴിയെല്ലാം ഞാൻ സീത വരും കൂടെ. അച്ഛന്റെ മുഖം പെട്ടെന്ന് മാറിയല്ലോ. മോള് കാണാൻ വന്നു എന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്നെയല്ല പ്രതീക്ഷിച്ചത്, ചിന്നുനെ ആയിരുന്നല്ലേ. എന്നെ ഇവിടെ ഒരിക്കലും അച്ഛൻ പ്രതീക്ഷിക്കില്ലെന്ന് എനിക്കറിയാം. അതിന്റെ കാരണം ഞാൻ തന്നെയാ.